എല്ലാവർക്കും ക്ലാസ് സന്തോഷമാണല്ലോ അല്ലേ? Praise the Lord, praise the Lord. എല്ലാവരും ഉത്സാഹത്തോടെ തന്നെയാണ് ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നതെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയില് പഠിച്ചു നിർത്തിയത് യേശുക്രിസ്തുവിന്റെ എഡ്യൂക്കേഷനാണ് അല്ലേ? എഡ്യൂക്കേഷൻ അല്ലേ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചു നിർത്തിയത്? അതെ അതെ അതെ, എഡ്യൂക്കേഷൻ. ഓക്കെ, ഇന്ന് നമുക്ക് യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രിയിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പഠിക്കണം. യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ ദൗത്യത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. അപ്പോ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമുക്കൊന്ന് അല്പമായി കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഈ പഴയ ഉടമ്പടി, പുതിയ ഉടമ്പടി നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് എന്താ? പഴയ നിയമവും പുതിയ നിയമവും. പക്ഷെ യഥാർത്ഥത്തിൽ അത് പഴയ ഉടമ്പടി പുതിയ ഉടമ്പടിയുമാണ്. അപ്പൊ ഈ പഴയ ഉടമ്പടിക്കും പുതിയ ഉടമ്പടിക്കും ഇടയിലായിട്ട് ഒരു 400 വർഷക്കാലം ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇരുണ്ട യുഗം എന്നൊക്കെ അറിയപ്പെടുന്ന ആ വർഷങ്ങളെ നമ്മൾ ഇരുണ്ട യുഗം, ആ കാലഘട്ടത്തെ ഇരുണ്ട യുഗം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഈ 400 വർഷക്കാലം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ യാതൊരു അരുളപ്പാടുകളും തന്റെ ജനത്തിന് ലഭിച്ചതായിട്ട് കാണുന്നില്ല. ഈ കാലഘട്ടത്തിലാണ്, അതായത് BC 160 അന്തിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് അലക്സാണ്ടറുടെ മരണശേഷം രാജ്യം 4 വിഭജിക്കപ്പെട്ടു. 4 സൈന്യാധിപന്മാരുടെ കീഴിലായി തീരുകയാണ് ചെയ്തത്. അതിൽ സിറിയ ഭരിച്ചിരുന്നത് അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ കാലത്താണ് യെരുശലേം ദേവാലയത്തിൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്നൊരു ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ആ ഒരു പ്രവചനം അവിടെ നിവൃത്തിയാകുകയാണ്. പക്ഷെ ഈ പ്രവചനം ഇനിയും നിവൃത്തിയാകുവാനുണ്ട്. ഇനി ഈ അന്ത്യകാലത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അന്ത്യകാലത്തിന്റെ അവസാനം അതായത് ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷം പല അഭിപ്രായങ്ങളും ഉണ്ടട്ടോ. ദൈവസഭ എടുക്കപ്പെടുന്നതിനെ കുറിച്ചിട്ട് ഉള്ള അഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കുന്നുവെങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷം ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത ഒരിക്കൽ കൂടി കാണുവാനിടയാകും. അപ്പോ അന്ന് യെരുശലേം ദേവാലയത്തിൽ ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ കീഴിൽ നടക്കുമ്പോ യെരുശലേം ദേവാലയത്തിൽ അത് നടന്നു. അപ്പൊ അത് ഈ ജോസിഫസ് എന്ന് പറയുന്ന ഒരു യഹൂദ ചരിത്രകാരനുണ്ട്. ആ ചരിത്രകാരന്റെ ബുക്കിലാണ് ഇങ്ങനെയുള്ള ചരിത്രങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. യഹൂദന്മാരുടെ ചരിത്രങ്ങളും അവരുടെ ആരാധനാ രീതികളും അവരുടെ സംസ്കാരവും എല്ലാം നമുക്ക് ഈ ജോസിഫസ് എഴുതിയ ഒരു ബുക്കുണ്ട്. ആ ബുക്കിന്റെ പേര് പറയാം. അതിനകത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക്, പക്ഷെ വായിക്കാൻ മുഴുവൻ ഇംഗ്ലീഷാണെന്ന് മാത്രമല്ല ഒരു PDF ആയിട്ടുള്ളതാണ്. അത് നമുക്ക് വായിച്ചെടുക്കാനൊക്കെ പ്രയാസമാണ്. നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ അതിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് കഴിയും. ഈ ജോസിഫസ് ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ എഴുതി. ജോസിഫസിന്റെ മുഴുവൻ പേര് ഫ്ലേവിയസ് ജോസിഫസ് എന്നാ. ജോസിഫസ് അല്ല, ജോസഫസ് എന്ന JOSCPHUS, ജോസഫസ്, അങ്ങനെയാണ് മുഴുവൻ പേര്. അദ്ദേഹത്തിന്റെ ഫ്ലേവിയസ് ജോസഫ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് പറയാം. ദ ആന്റിക്വിറ്റീസ് ഓഫ് ദ ജ്യൂസ്. ദ ആന്റിക്വിറ്റീസ്
ഓഫ് ദ ജ്യൂസ്. സ്പെല്ലിങ് പറയാം. ദ ആന്റിക്വിറ്റീസ്. ആന്റിക്വിറ്റീസിന്റെ സ്പെല്ലിങ് ANTIQUITIES. ആന്റിക്വിറ്റീസ്. ആന്റിക്വിറ്റീസ് ഒന്നുകൂടെ പറയാ. ANTIQUITIES. ആന്റിക്വിറ്റീസ്. ആന്റിക്വിറ്റീസ് ഓഫ് ദ ജ്യൂസ്. ഓഫ് ദ ജ്യൂസ്. ഈ പുസ്തകത്തിലെ ഹെരോദാവിനെ കുറിച്ചുള്ള ചരിത്രങ്ങളും യഹൂദന്മാരുടെ സംസ്കാരത്തെ കുറിച്ചും അവരുടെ ആചാര രീതികളെല്ലാം എല്ലാ കാര്യങ്ങളും വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഈ ജോസിഫസിന്റെ ഈ പുസ്തകത്തില്. അപ്പോ ഇവരുടെ ഈ ഭരണകാലത്തിന് ശേഷം, ഈ എപ്പിഫാനസിന്റെ ഒക്കെ ഭരണകാലത്തിന് ശേഷം, അപ്പൊ എപ്പിഫാനസ് ഇതുപോലെയുള്ള ഒരു യെരൂശലേം ദേവാലയത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം കൊണ്ടുവന്ന് പന്നികളെ യാഗം അർപ്പിക്കുകയും ഇതെല്ലാം ചെയ്ത് ഇങ്ങനെയുള്ള സമയത്ത് അതിനുശേഷം റോമൻ ഭരണമാണ് അവിടെ വന്നത്. ഈ റോമൻ വാഴ്ച വന്നപ്പോഴേക്കും ഈ പൗരോഹിത്യം ഉണ്ടല്ലോ, മഹാപൗരോഹിത്യം റോമൻ നാടുവാഴികളും ജാതികളും കൂടി അതങ്ങ് കയ്യേറി. റോമൻ ഭരണാധികാരികളും ജാതികളും കൂടിയാണ് പിന്നെ റോമൻ മഹാപൗരോഹിത്യത്തിന്റെ അധികാരം ഏറ്റെടുത്തത്. അപ്പൊ അന്ന് പൗരോഹിത്യത്തിനൊന്നും യാതൊരു എന്നാ പറയണേ, യാതൊരു വാല്യൂ കൊടുക്കാത്ത ഒരവസ്ഥയായിരുന്നു അപ്പോഴേക്കും വന്നത്. അപ്പോ പിന്നെ ഇവരാണ് ഈ മഹാപൗരോഹിത്യം കയ്യേറി, റോമൻ ഭരണാധികാരികളും നാടുവാഴികളും ഒക്കെ കൂടി കയ്യേറി. പിന്നെ ഇവരാണ് ഇസ്രായേലിൽ ആരാണ് മഹാപുരോഹിതനാകേണ്ടത് എന്നങ്ങ് തീരുമാനിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ കാലത്ത് നമ്മൾ കണ്ടു കയ്യഫാവും ഹന്നാവുമായിരുന്നു മഹാപുരോഹിതന്മാര്. അവരതങ്ങട് പങ്കുവെച്ചെടുക്കുകയാണ് ചെയ്തത്. ഒരാളെയാണ് നമ്മൾ മഹാപുരോഹിതനൊക്കെ ആയിട്ട് കണ്ടിട്ടുള്ളത് അല്ലേ. ഇവര് അമ്മായിയപ്പനും മരുമകനുമായിരുന്നു. ഇവര് അതങ്ങട് പങ്കുവെച്ചങ്ങ് എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇസ്രായേലിലെ മതപരമായ കാര്യങ്ങളുടെ തീരുമാനമെടുക്കേണ്ട സന്നിധി സംഘമെല്ലാം അന്നത്തെ ഹെരോദ രാജാവിന്, അന്ന് ഹെരോദ രാജാവായിരുന്നല്ലോ യഹൂദിയിൽ വാണിരുന്നത്, ഹെരോദ രാജാവിന് സ്തുതി പാടുന്നവരായിരുന്നു. അതുപോലെ തന്നെ നീതി നടപ്പാക്കേണ്ട സാധുക്യര് ഒന്നും നീതി നടപ്പാക്കാത്ത അവസ്ഥയില് ആയിരുന്നു. അനീതിയും അധാർമികതയും എല്ലാം നടമാടുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അന്ന് നടക്കുന്ന, നമ്മൾ പഠിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വരവിന് മുന്നുള്ള, ഈ യോഹന്നാൻ സ്നാപകന്റെ വരവിന് മുന്നുള്ള കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അന്ന് നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് ഭയപ്പെട്ടിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കൊന്നും ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ. ദൈവത്തിന്റെ അരുളപ്പാടുകള് അന്ന് ആ കാലഘട്ടത്തില് ഇല്ല. അപ്പൊ ഒരു അയ്യോഭാവം, അതായത് ഒരു നിർവികാരത ജനങ്ങളില് ഉണ്ടായി. ഒരു ധാർമ്മികതയില്ല. കുറ്റകൃത്യങ്ങൾ കൊണ്ട് മനം മടുത്തവർ പോലും അവര് പറയാണ് ഇതൊക്കെ സംഭവിക്കേണ്ടത് തന്നെ. അതായത് ഇന്ന് നമ്മൾ ഈ കുറ്റകൃത്യങ്ങളും ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന, രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ കാണുമ്പോ നമ്മൾ പറയാറില്ലേ, യേശുക്രിസ്തുവിന്റെ വരവടുത്തു, ഇതൊക്കെ സംഭവിക്കേണ്ടത് തന്നെ എന്ന് പറയുന്ന പോലെ അന്ന് ഈ ജനം ഇങ്ങനെ പറഞ്ഞങ്ങ് ആശ്വസിക്കുക, ഇതൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞങ്ങ് ആശ്വസിക്കുകയായിരുന്നു. അത്രയേറെ അധാർമികത നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത്. ജാതീയ ലോകത്തിൽ പോലും, യഹൂദന്മാരല്ലാത്ത ജാതികളിൽ പോലും ഈ യുഗം അങ്ങ് അവസാനിക്കുകയാണെന്ന് അവരങ്ങ് ചിന്തിച്ചു തുടങ്ങി. അപ്പൊ എല്ലാവർക്കും പ്രതീക്ഷകൾ അങ്ങ് നഷ്ടപ്പെട്ടു. ഇനി ഒരു നല്ലൊരു ഭരണം ലോകത്ത് ഉണ്ടാകില്ല
നമുക്ക് ലഭിക്കില്ല എന്നുള്ള ഒരു പ്രതീക്ഷയല്ല. യഹൂദന്മാരുടെ ഇടയിലെല്ലാം ആ ഒരു പ്രതീക്ഷ അങ്ങ് നഷ്ടപ്പെട്ടു. അവർക്കറിയാം, ന്യായപ്രമാണ പുസ്തകങ്ങളിലെല്ലാം അവർ വായിച്ചിട്ടുണ്ട്, തങ്ങൾക്കൊരു വാഗ്ദത്ത മശിഹ വരും, നല്ലൊരു ഭരണം ഞങ്ങൾക്ക് ഉണ്ടാകും, ഞങ്ങൾക്ക് നീതി നടപ്പാക്കി തരും എന്നൊക്കെ ഒരു ചിന്തയിൽ ചിന്തിച്ചിരുന്നവരായിരുന്നു. എന്നിട്ട് പക്ഷെ ആ കാലഘട്ടത്തിലെ അവസ്ഥകൾ കണ്ടിട്ട് ഇവരുടെ എല്ലാ പ്രതീക്ഷകളും അങ്ങ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിലാണ് യോഹന്നാൻ സ്നാപകന്റെ വരവ്. ഈ കാലഘട്ടത്തിലെ യോഹന്നാൻ സ്നാപകൻ രംഗപ്രവേശം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോ രക്ഷാചരിത്രത്തിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അപ്പൊ യോഹന്നാൻ സ്നാപകനെ കുറിച്ചിട്ട് പറയുന്ന നമ്മുടെ വേദപുസ്തകത്തില് യോഹന്നാൻ സ്നാപകനെ കുറിച്ചിട്ട് 700 വർഷങ്ങൾക്ക് മുന്നേ യെശയ്യാ പ്രവാചകൻ തന്നെ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റെഫറൻസ് എഴുതിക്കോ. യെശയ്യാവിന്റെ പുസ്തകം 40:3. യെശയ്യാവ് 40:3. പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 3:3, മർക്കോസിന്റെ സുവിശേഷം 1:2, 3, ലൂക്കോസിന്റെ സുവിശേഷം 3:3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ ലൂക്കോസിന്റെ സുവിശേഷം 1:16 മുതൽ 17 വരെയുള്ള വാക്യങ്ങള്. ഇവിടെ എല്ലാം നമുക്ക് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 1:16 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങോട്ടേക്കാണോ പറയുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം സിമി സിസ്റ്റർ കിട്ടിയോ? സിമി സിസ്റ്ററെ കിട്ടിയാ? ഒന്നുകൂടെ പറയാം. യെശയ്യാവിന്റെ പുസ്തകം 40:3, മത്തായിയുടെ സുവിശേഷം 3:3, മർക്കോസിന്റെ സുവിശേഷം 1:2, 3, ലൂക്കോസിന്റെ സുവിശേഷം 3:3 മുതൽ 6 വരെ, ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 1:16 മുതൽ 17 വരെ. ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പഠിക്കുമ്പോ ആ ഒരു ഫിഗർ ഒക്കെ പഠിക്കുമ്പോ വളരെ ലാളിത്യമുണ്ട് എങ്കിലും അതിൽ തന്നെ ഒരു ഗൗരവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലാളിത്യമുള്ള മനുഷ്യനാണെങ്കിലും അതിൽ തന്നെ ഒരു ഗൗരവം കാണുവാനായിട്ട് കഴിയും. എല്ലാ സുഖങ്ങളും പരിത്യജിച്ചവനാണ് യോഹന്നാൻ സ്നാപകൻ എങ്കിലും ഒരു നൊബിലിറ്റി, അതായത് ഒരു കുലീനത കാണുവാനായിട്ട് കഴിയും. എല്ലാ സുഖങ്ങളും പരിത്യജിച്ച് ജീവിച്ചതാണ് യോഹന്നാൻ സ്നാപകൻ എങ്കിലും ഒരു കുലീനത നമുക്കവിടെ ദർശിക്കുവാനായിട്ട് കഴിയും. ദീർഘനാളുകള് യോഹന്നാൻ മരുഭൂമിവാസം ചെയ്തവൻ ആയിരുന്നു. മരുഭൂമിയിലായിരുന്നു യോഹന്നാൻ സ്നാപകൻ വസിച്ചിരുന്നത്, ജീവിച്ചിരുന്നത്. ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയിട്ടുള്ളൊരു ജീവിതമായിരുന്നു യോഹന്നാൻ സ്നാപകന്. യോഹന്നാൻ സ്നാപകൻ ആരെയും പ്രത്യേകിച്ച് ഒരു ആദരവൊന്നും ആരോടും കാണിച്ചിരുന്നില്ല. പക്ഷെ ഒരു രാജകീയ പ്രൗഢിയായിരുന്നു യോഹന്നാൻ സ്നാപകന് ഉണ്ടായിരുന്നത്. ഒരു രാജകീയ പ്രൗഢി ഉണ്ടായിരുന്നു യോഹന്നാൻ സ്നാപകനെ കാണുമ്പോൾ. പക്ഷെ ഈ പ്രൗഢി ഉള്ളപ്പോഴും യോഹന്നാൻ കർത്താവിന്റെ മുന്നിൽ ഒന്നുമല്ലാത്തവനായി സ്വയം താഴ്ന്നു. രാജകീയ പ്രൗഢി ഉണ്ടായിരുന്നു എങ്കിലും കർത്താവിന്റെ മുന്നില് അങ്ങ് സ്വയം താഴുകയാണ് ഉണ്ടായത്. സ്വയം അങ്ങ് ഇല്ലാതായി തീർന്നു.
എല്ലാവരും യോഹന്നാൻ സ്നാപകനെ അംഗീകരിച്ചിരുന്നെങ്കിലും വളരെ വിനയമുണ്ടായിരുന്നു. പക്ഷെ പറയുന്ന കാര്യങ്ങളെല്ലാം മുഖത്ത് നോക്കി അങ്ങ് പറയുകയും ചെയ്യും. ആരെയും ആദരിക്കാതെയും ഉള്ളത് മുഖത്ത് നോക്കി പറയുകയും ചെയ്യുന്ന ഒരു പ്രസംഗ രീതിയായിരുന്നു യോഹന്നാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കണം നാമും ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് വചനം ഉള്ളതുപോലെ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കത്തക്കവണ്ണം നമ്മൾ വചനം പ്രസംഗിക്കുന്നവരും വചനം പഠിപ്പിക്കുന്നവരും ആയിരിക്കണം. ഉള്ളത് മുഖത്ത് നോക്കി പറയുന്ന ഒരു സ്വഭാവമായിരുന്നു. അതായത് കുറ്റം കണ്ട ആ കുറ്റം അങ്ങനെ തന്നെ വിളിച്ചു പറയുന്ന ഒരു സ്വഭാവമായിരുന്നു യോഹന്നാൻ സ്നാപകൻ ഉണ്ടായിരുന്നത്. അതുപോലെ രൂപം കണ്ട മുറിക്കാത്ത മുടി, വലിഞ്ഞു മുറുകിയ മുഖം, അടച്ചു പിടിച്ച ചുണ്ടുകള്, തോലുകൊണ്ടുള്ള ബെൽറ്റ്, ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ്, ഒന്നുകൂടെ പറയാം, മുറിക്കാത്ത മുടി, വലിഞ്ഞു മുറുകിയ മുഖം, അടച്ചു പിടിച്ച ചുണ്ടുകൾ, തോലുകൊണ്ടുള്ള ബെൽറ്റ്, ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ്. പിന്നെയോ നിർഭയത്വമായ ശക്തി, ഒരു ഭയമില്ലാത്ത നിർഭയത്വമായ ഒരു ശക്തി യോഹന്നാൻ സ്നാപകനുണ്ടായിരുന്നു. പിന്നെയോ സ്വാഭാവികമായ ഔന്നത്യം, സ്വാഭാവികമായ ഔന്നത്യം ഉള്ള ആളായിരുന്നു യോഹന്നാൻ സ്നാപകൻ. ആ ഇടയില് യഹൂദയ മരുഭൂമിയിൽ ഒരു മനുഷ്യൻ താമസിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ കേൾക്കേണ്ടതാണെന്നും ഉള്ളൊരു ധാരണ ജനങ്ങളുടെ ഇടയിൽ പരന്നു. ഇല്ലേ, ചില ആളുകളുടെയൊക്കെ പ്രസംഗം അദ്ദേഹത്തിന്റെ ഇന്ന ദൈവദാസന്റെ അല്ലെങ്കിൽ ഇന്ന ആളുടെ പ്രസംഗം കേൾക്കേണ്ടത് തന്നെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രസംഗം കേൾക്കാൻ പോകുന്നത് പോലെ തന്നെ മരുഭൂമിയിൽ ഒരാൾ താമസിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കേണ്ടത് തന്നെയാണ് എന്നുള്ള ഒരു ധാരണ ജനങ്ങളുടെ ഇടയിൽ അങ്ങ് പരന്നു. ആളെ കണ്ടു കഴിഞ്ഞ എക്സ്പ്രഷൻ കണ്ടാ തോന്നും യെശയ്യാ പ്രവാചകനാണെന്ന് തോന്നും. അതുപോലെ ജീവിതം കണ്ടാ തോന്നും ഏലിയ പ്രവാചകനാണെന്ന് തോന്നും. അതായത് വ്യക്തിത്വം, ആ വ്യക്തിത്വം കണ്ടു കഴിഞ്ഞാൽ ഏലിയ പ്രവാചകന്റെ ഒരു വ്യക്തിത്വമായിരുന്നു. എക്സ്പ്രഷൻ യെശയ്യാ പ്രവാചകനെ പോലുള്ള ഒരു എക്സ്പ്രഷൻ ആയിരുന്നു യോഹന്നാൻ സ്നാപകന് ഉണ്ടായിരുന്നത്. ഈ ടൈബീരിയസ്, അതായത് ടൈബീരിയസ് അല്ലെങ്കിൽ തിബരിയാസ് എന്ന് പറയുന്ന ഒരു റോമൻ ചക്രവർത്തിയെ കുറിച്ച് നമുക്കറിയാം. ഈ ചക്രവർത്തി റോമൻ സാമ്രാജ്യത്തെ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അതായത് അന്ന് ഈ പൊന്തിയോസ് പിലാത്തോസ് ആയിരുന്നു യഹൂദിയില് വാണിരുന്നത്. ഈ തിബരിയാസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തില് യഹൂദിയ വാണിരുന്നത് പിലാത്തോസ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു ഉത്തരവാദിത്തമില്ലായ്മ, ക്രൂരത, പിടിച്ചുപറി, കൂട്ടക്കൊല എന്നിവ കൊണ്ട് ഭ്രാന്ത് പിടിപ്പിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഹെരോദ രാജാവ്, ഗലീലയിൽ വാഴുന്ന ഹെരോദ രാജാവ്. അന്ന് യഹൂദിയ വാഴുന്നത് പിലാത്തോസും ഗലീലയിൽ വാഴുന്നത് ഹെരോദ രാജാവുമാണ്. അപ്പോ വല്ലാത്ത ക്രൂരതയുള്ള ഒരു എന്നാ പറയുന്ന മനുഷ്യന് ഒരു ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു ഭരണമായിരുന്നു ഈ ഹെരോദ അന്തിപ്പാസിന് ഗലീലയില് അന്ന് ഉണ്ടായിരുന്നത്. ഹെരോദാവിനെ കുറിച്ച് എനിക്ക് തോന്നുന്നേ ഗ്രീക്കോ ഹീബ്രോ ഏതോ ഒരു സബ്ജക്റ്റ് ഞാൻ പഠിപ്പിക്കുമ്പോ ഹെരോദാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹെരോദാവിന് ഒരു വിറയിലും പനിയും വന്നിട്ട്
എന്നാ പറയണേ, നിറയെ ശരീരം മുഴുവൻ ഒരു ചൊറിച്ചിൽ വന്നു. ഈ വിറയിലും പനിയും മാറാതിരിക്കുമ്പോ തന്നെ ഒരു വലിയ ചൊറിച്ചിൽ വരികയും എന്നിട്ട് ഈ കരളിൽ വെള്ളം കെട്ടുന്ന ഒരു രോഗം അദ്ദേഹത്തിന് ഉണ്ടായി. ആ വെള്ളം കാലിന്റെ വെള്ളയിലേക്ക് ഇറങ്ങിയിട്ട്, കാൽപാദത്തിലേക്ക് ഇറങ്ങിയിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ. നടക്കാൻ കഴിയാതെ വന്നപ്പോ ഒരിടത്ത് ഇരിപ്പായി കഴിഞ്ഞപ്പോ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞിട്ട് ഇരിക്കാനും വയ്യ, നടക്കാനും വയ്യാത്ത അവസ്ഥയില് കിടപ്പായി കഴിഞ്ഞപ്പോൾ അവയവങ്ങളൊക്കെ പഴുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ശരീരത്തില് ഒരു വസ്ത്രം പോലും ധരിക്കാൻ പറ്റാത്ത അവസ്ഥയില് ശാരീരിക സ്ഥിതി ആയി തീർന്നിട്ട് ഒരു വാഴയിലയില് കിടന്നിട്ട് ആണ് ഇയാൾ അവസാന ശോചനീയമായ രീതിയിൽ മരണം ഇയാൾക്ക് സംഭവിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ദി ആന്റിക്വിറ്റീസ് ഓഫ് ദ ജ്യൂസ് എന്ന പുസ്തകങ്ങളിൽ ഇതെല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. AD 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഇതിന്റെ വിവരണങ്ങളെല്ലാം എഴുതുന്നത്. അന്ന് ഈ ജോസീഫസ് ഒക്കെ റോമൻ ഗവൺമെന്റ് ആയിരുന്നു ഈ ജോസീഫസിനെ യേശുക്രിസ്തുവിന്റെ ഒക്കെ ചരിത്രം എഴുതുവാനായിട്ട് ശമ്പളത്തില് ഡെയിലി വേജസിലാണ് ആക്കിയിരുന്നത് ഈ ജോസീഫസിനെ. അപ്പൊ ഒരു അക്ഷരം പോലും, ഒരു വാക്കുപോലും ഒന്നും തെറ്റാതെ അതേപടി തന്നെ ആ ചരിത്രം അതേപടി തന്നെ എഴുതണമായിരുന്നു. അല്ലെങ്കിൽ ഇവർ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ ഇതെല്ലാം ശരിയാണോ ഈ എഴുതി വെക്കുന്നത് എന്ന് അവര് പരിശോധിച്ചിരുന്നു. ഡെയിലി വേജസിനായിരുന്നു അവരെ അങ്ങനെ ആക്കിയിരുന്നത്, ഈ ജോസീഫസിനെയൊക്കെ ആക്കിയിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ചരിത്രത്തിലൊക്കെ നമുക്ക് വ്യക്തമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി ലഭിക്കും. ഈ രാജാവിനെയല്ല, യോഹന്നാൻ സ്നാപകനെ തടവിലാക്കിയ വിവരം നമുക്കറിയാലോ. ഈ ഹെരോദ സഹോദരന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്നു എന്നതിനാൽ ഇദ്ദേഹത്തെ തടവിലാക്കി കഴിഞ്ഞപ്പോൾ, അപ്പോ ആ സമയത്ത് ഈ തടവിലായിരിക്കുന്ന സമയത്ത് യേശുക്രിസ്തു പ്രസംഗിക്കുന്നുണ്ട്, യേശുക്രിസ്തു ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പോ ഈ യോഹന്നാൻ സ്നാപകൻ ഒരു ഡൗട്ട്, ഈ യേശുക്രിസ്തു ഇത് തന്നെയാണോ തങ്ങൾ കാത്തിരിക്കുന്ന മശിഹ എന്നൊരു ഡൗട്ട്. അങ്ങനെ വന്നപ്പോ യോഹന്നാന്റെ അങ്ങനെ ഡൗട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, യോഹന്നാൻ സ്നാപകന് ഒരു ചിന്തയുണ്ടായിരുന്നു, എന്നെ രക്ഷിക്കാനായിട്ട് യേശു വരും എന്നൊരു ചിന്ത യോഹന്നാൻ സ്നാപകൻ ഉണ്ടായിരുന്നു. അങ്ങനെ വരാതിരുന്നപ്പോൾ യോഹന്നാന്റെ മനസ്സിൽ സംശയമായി, ഇദ്ദേഹം തന്നെയാണോ വരുവാനിരിക്കുന്ന മശിഹ എന്നും, അതോ ഞങ്ങൾ മറ്റൊരാളെ കാത്തിരിക്കണമോ എന്നും യോഹന്നാന്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് യേശുക്രിസ്തുവിനോട് ചോദിക്കുവാനായിട്ട് വിടുകയാണ്. അപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? ഇങ്ങനെ യോഹന്നാന്റെ ശിഷ്യന്മാർ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, എന്താണ്, കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധമാകുന്നു, മരിച്ചവർ ഉയർക്കുന്നു. ഇങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നിങ്ങൾ ചെന്ന് യോഹന്നാനോട് പറവിൻ എന്ന് പറഞ്ഞ് യേശുക്രിസ്തു ആ ശിഷ്യന്മാരെ അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സുവിശേഷത്തില്, നമ്മുടെ പ്രസംഗത്തില്, നമ്മൾ സുവിശേഷ പ്രസംഗം പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷയില് ഇത് രണ്ടും നടക്കണം. കാണുകയും കേൾക്കുകയും ചെയ്യുക എന്നുള്ള ആ ഒരു മിനിസ്ട്രി നടക്കണം. എന്താന്ന് വെച്ചാൽ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളൊക്കെ നടക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. കേൾക്കുക എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ വചന പ്രസംഗങ്ങളും ഉണ്ട്. യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രിയിൽ ഇത് രണ്ടും ഉണ്ടായിരുന്നു. കാണുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായിരുന്നു, വചന പ്രസംഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ചെന്ന് പറയുവാനാണ് യേശുക്രിസ്തു ശിഷ്യന്മാരെ പറഞ്ഞ് ഏൽപ്പിച്ച് വിട്ടത്.
അപ്പോ ഇങ്ങനെ ഹെരോദ രാജാവ് ഗലീലയിൽ ഭരിക്കുന്നു. ഇങ്ങനെ ജനത്തെ വഷളാക്കി കൊണ്ടിരിക്കുന്ന കയ്യഫാവും ഹന്നാവും കൂടി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പൗരോഹിത്യം പകത്തെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇവർ പൗരോഹിത്യത്തെ അപമാനിച്ചു കളയാണ് ചെയ്തത്. അപ്പൊ ഈ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേൾക്കുവാനായിട്ട് സകല ആളുകളും എല്ലായിടത്തു നിന്നും വരികയാണ്. പരീശന്മാരുണ്ട്, കൂട്ടത്തില് സാധുക്യരുണ്ട്, ന്യായശാസ്ത്രികളുണ്ട്, പടയാളികള്, പുരോഹിതന്മാര്, ചുങ്കക്കാര്, ഇങ്ങനെ സകല വിധത്തിലുള്ള നാനാവിധത്തിലുള്ള ആളുകളും യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേൾക്കുവാനായിട്ട് കടന്നു തടിച്ചുകൂടുകയാണ് ചെയ്തത്. അപ്പൊ മരുഭൂമിയിലാണല്ലോ പ്രസംഗം നടക്കുന്നത്. അപ്പൊ ഈ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് പാറ പോലെ തുളച്ചു കയറുകയാണ് ചെയ്യുന്നത്. എല്ലാവരുടെയും ആ വാക്കുകൾ അത്രയേറെ മൂർച്ചയുള്ളതായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ വാക്കുകള്. ആ മറഞ്ഞിരിക്കുന്ന ചിന്തകളിലേക്ക് വരെ ഇത് തുളച്ചു കയറുകയാണ് ചെയ്യുന്നത്. അതുപോലെയുള്ള പ്രസംഗമായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗങ്ങള്. പറയേണ്ട കാര്യങ്ങളെല്ലാം സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് പറയും. അപ്പൊ ഈ ചുങ്കക്കാരുടെ പിടിച്ചുപറിയുണ്ടല്ലോ, ചുങ്കക്കാര് ഇപ്പൊ 10 രൂപ നമ്മൾ ചുങ്കം കൊടുക്കണമെങ്കില് ഒരു 50 രൂപയെങ്കിലും കുറഞ്ഞത് അവർ ചുങ്കം പിരിച്ചിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന് കൊടുത്തിട്ട് ബാക്കി അവർ തന്നെ എടുക്കുന്ന ഒരവസ്ഥ. അപ്പൊ ജനങ്ങളെ വലിയൊരു ഭാരം ഇവർ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ യഹൂദന്മാർക്ക് ചുങ്കക്കാരെ ഇഷ്ടമല്ലാത്തത്, ചുങ്കക്കാരെ പാപികളായിട്ട് കാണുന്നത്. അപ്പോ ചുങ്കക്കാരുടെ പിടിച്ചുപറി കാരണം അവരെ യോഹന്നാൻ ശാസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പടയാളികളെയും സാധുക്കരെയും പരീശന്മാരെയും എല്ലാം യോഹന്നാൻ സ്നാപകൻ ശാസിക്കുന്നുണ്ട്. ഇവരുടെ കാപഢ്യം കാരണം വിളിച്ചതെന്താ? സർപ്പസന്തതികളെ എന്നാണ് യോഹന്നാൻ സ്നാപകൻ ഇവരെ വിളിക്കുന്നത്. ഒരിക്കലും ഇവർ മാനസാന്തരപ്പെടില്ല. ഇവർ മാനസാന്തരപ്പെടാത്തത് കൊണ്ട് മാനസാന്തരപ്പെടില്ല. എന്നിട്ട് ഇവരുടെ ചിന്ത എന്താ? വരുവാനിരിക്കുന്ന കോപത്തെ ഞങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ സാധിക്കും, വരുവാനിരിക്കുന്ന കോപത്തെ ഞങ്ങൾ ഒഴിഞ്ഞു പോകും എന്നാണ് ഇവരുടെ ചിന്ത എന്ന് ഇവർ വിശ്വസിച്ചിരുന്നു. അപ്പൊ പിന്നെ മറ്റൊരു ഭാവം ഇവർക്കുണ്ടായിരുന്നു. ഇവർക്ക് വലിയ ഭാവം, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണെന്നുള്ള ഒരു ഭാവം കൂടി ഇവർക്കുണ്ടായിരുന്നു. ഒരിക്കൽ യേശുവിന്റെ ഒരു മിനിസ്ട്രിയില് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ഗലീലയിൽ വെച്ചിട്ട്, നസ്രത്തിൽ വെച്ചിട്ട് ഒരു ഫസ്റ്റ് മിനിസ്ട്രി ചെയ്യാണ്. നമുക്ക് തുടർന്ന് പഠിക്കുമ്പോൾ അതിന്റെ ഭാഗങ്ങളുണ്ട്. മിനിസ്ട്രി ചെയ്യും. അവിടത്തെ സിനഗോഗിൽ യേശുക്രിസ്തു പ്രസംഗിക്കുമ്പോ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഈ സാരാഫത്തിലെ എലിയാവിനെ അയച്ചത് സാരാഫത്തിലെ വിധവയുടെ അടുക്കൽ, അതായത് ജാതീയ വിധവയുടെ, യഹൂദന്മാരുടെ അടുക്കിലേക്കല്ല അയച്ചത്, ഒരു യഹൂദ സ്ത്രീയുടെ അടുക്കിലേക്കല്ല, ഒരു ജാതീയ വിധവയുടെ അടുക്കിലേക്കാണ് ഏലിയാവിനെ അയച്ചത്. അതുപോലെ തന്നെ ഞാൻ മറന്നുപോയി മറ്റൊരു സംഭവം. ഈ 2 കാര്യങ്ങളും ചെയ്യുന്നത് ജാതികളുടെ ഇടയ്ക്കിലേക്കാണ് അയക്കുന്നത്. അവിടെയാണ് ജാതികളുടെ ഇടയിലാണ്, ജാതികളായ മനുഷ്യരെ കൊണ്ടാണ് കർത്താവ് ദൈവം അവിടെ അത്ഭുതം ചെയ്യുന്നത്. അപ്പൊ ഈ യഹൂദന്മാരുടെ ഒരു ചിന്തനം, ഞങ്ങളുടെ ഇടയിൽ മാത്രം, ഞങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, ഞങ്ങളുടെ ഇടയിൽ മാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്യുള്ളൂ എന്നൊരു ചിന്ത ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അന്ന് ഈ സാരാഫത്തിലെ വിധവയെ കുറിച്ചിട്ടും അതുപോലെ ഓർക്കുന്നില്ല, ഈ 2 അടയാളങ്ങൾ ജാതികളുടെ ഇടയിൽ ചെയ്ത കാര്യം പ്രസംഗിച്ചിട്ടാണ് യേശുവിനെ തള്ളിയിട്ട് കൊല്ലുവാനായിട്ട് ഇവരെല്ലാവരും കൂടി, അത് യേശുവിന്റെ സ്വന്തം നാട്ടിൽ, സ്വന്തം ദേശത്ത്, സ്വന്തം പള്ളിയില്, സ്വന്തം നാട്ടിലെ സിനഗോഗില് പ്രസംഗിച്ചപ്പോഴാണ് തള്ളിയിട്ട് കൊല്ലുവാനായിട്ട് യേശുവിനെ ഇവർ കൊണ്ടുപോകും. ആ ദേഷ്യത്തിലാണ്. അങ്ങനെ ഒരു ചിന്താഗതിക്കാരായിരുന്നു ഇവര്. ഞങ്ങൾ വലിയവരാണ്, ദൈവം ഞങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ കിടക്കുന്നവരാണ് എന്നൊക്കെ ഒരു ചിന്താഗതിയായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവർക്ക് അങ്ങനെ വലിയൊരു ഭാവമായിരുന്നു. അപ്പൊ യോഹന്നാൻ പറയുന്നുണ്ടെങ്കിൽ നയമാൻ സൗഖ്യം പ്രാപിച്ചത്, അതെ, നയമാന് സൗഖ്യം കൊടുത്തത് അത് തന്നെ. ഇവർ രണ്ടുപേരും യഹൂദനല്ലായിരുന്നു.
ഓക്കെ ഓക്കെ, താങ്ക് യു. അങ്ങനെയാണ് ആ ഒരു ദേഷ്യത്തിനാണ് യേശുവിനെ പിടിച്ച് കൊല്ലുവാനായിട്ട് ഇവർ ഭാവിച്ചത്. അപ്പോ യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷം 3:8 വാക്യത്തിൽ അത് കാണാം. എന്നാന്ന് വെച്ചാൽ ഈ അബ്രഹാമിന് ഈ കല്ലിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ കഴിയുമെന്ന്. ആദമിനെ ദൈവം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചെങ്കില് ഇങ്ങനെയാ ശരിക്കും മരുഭൂമിയിലെ പാറപ്പൊടിയിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാനായിട്ട് കഴിയുമെന്ന് യോഹന്നാൻ അവിടെ വെച്ച് പറഞ്ഞു അവരോട്. അപ്പൊ കുറെ ജനങ്ങള്, സാധാരണക്കാരായ കുറെ ജനങ്ങള് ഹൃദയ തകർച്ച മൂലം കുറ്റം ഏറ്റു പറഞ്ഞുകൊണ്ട് സ്നാനത്തിനായിട്ട് കടന്നു വരുന്നുണ്ട് യോഹന്നാന്റെ അടുക്കൽ. മാനസാന്തര സ്നാനം. മാനസാന്തര സ്നാനമാണ് യോഹന്നാൻ ഏൽപ്പിക്കുന്നത്. സ്നാനം തന്നെ പലവിധ സ്നാനങ്ങളുണ്ടല്ലോ. നമുക്കറിയാലോ, നമ്മൾ മരിച്ചവരെ കുറിച്ചുള്ള സ്നാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ മാനസാന്തര സ്നാനം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് പ്രവാചകന്മാരിൽ നിന്നൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ മാനസാന്തരപ്പെടും. ഈ പ്രവാചകന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ അവർക്ക് അവരുടെ കുറ്റം മനസ്സിലായി അവർ മാനസാന്തരപ്പെട്ട് അവർ സ്നാനമേൽക്കുന്നതാണ് ഈ മാനസാന്തര സ്നാനം എന്ന് പറയുന്നത്. അതാണ് യോഹന്നാൻ സ്നാപകനും ചെയ്ത സ്നാനം. അതേസമയം ഈ മരിച്ചവർക്കുള്ള സ്നാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പ്രസംഗം കേട്ടിട്ട് മാനസാന്തര സ്നാനം ഏൽക്കാതെ പലരും മരിച്ചു പോകും. അപ്പോ തങ്ങളുടെ സ്വന്തക്കാരും വേണ്ടപ്പെട്ടവരെല്ലാം മാനസാന്തര സ്നാനം ഏൽക്കാതെ മരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവര് ഏൽക്കുന്ന സ്നാനമാണ് മരിച്ചവർക്കുള്ള സ്നാനം എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി അവരുടെ വേണ്ടപ്പെട്ടവര്, ഈ മരിച്ചുപോയവര് മാനസാന്തര സ്നാനം ഏൽക്കാതെ മരിച്ചു പോയല്ലോ എന്നോർത്ത് അവർ ജീവിച്ചിരിക്കുന്നവര് അവർക്ക് വേണ്ടി ഏൽക്കും. അതാണ് മരിച്ചവർക്കുള്ള സ്നാനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ യോഹന്നാന്റെ പ്രസംഗം കേട്ട് പലരും, വളരെയധികം ജനങ്ങള് മാനസാന്തര സ്നാനം ഏറ്റു. അങ്ങനെയാണ് യോഹന്നാനാൽ സ്നാനം ഏൽക്കുവാനായിട്ട് കർത്താവും വന്നു. ഗലീലയിൽ നിന്ന് 30-ാമത്തെ വയസ്സില് കർത്താവ് യോർദാൻ നദിയില്, യഹൂദയില് കർത്താവ് അവിടെ നിന്ന് വരികയാണ്. അപ്പോ യോഹന്നാൻ സമ്മതിക്കുന്നില്ല സ്നാനമേൽക്കുവാനായിട്ട്. യോഹന്നാൻ സമ്മതിക്കുന്നില്ല. യോഹന്നാൻ എന്ന് പറയുന്ന ഒരു പുരോഹിതന്റെ മകനാ. നമുക്കറിയാം, സഖരിയ പുരോഹിതന്റെ മകനാണ് യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നത്. അതേസമയം യേശുക്രിസ്തു എന്ന് പറയുന്ന ഗലീലയിലെ നസ്രയത്തിൽ ജനിച്ച ഒരു ആശാരിയുടെ മകൻ മാത്രമാണ്. ഈ യോഹന്നാനെ സംബന്ധിച്ച് ഒരു പുരോഹിതന്റെ മകനൊക്കെ ആവുമ്പോ നല്ല സ്റ്റാറ്റസ് ഉണ്ട്, സമൂഹത്തിൽ നല്ല ഹൈ സ്റ്റാറ്റസ് ഉള്ള മനുഷ്യനാ. അത് മാത്രമല്ല, യഹൂദയിലാണ് യോഹന്നാൻ സ്നാപകൻ താമസിക്കുന്നത്. യഹൂദയിലാണ് യോഹന്നാൻ സ്നാപകൻ. ഈ ഗലീലയിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗലീലയിലെ നസ്രയത്ത് എന്ന് പറയുന്ന യാതൊരു വാല്യൂ ഇല്ലാത്ത, യാതൊരു വിലയും കൽപ്പിക്കാത്ത സ്ഥലമാണ് ഗലീലയിലെ നസ്രയത്ത് എന്ന് പറയുന്നത്. അപ്പൊ യേശുക്രിസ്തു ഗലീലയിലെ നസ്രയത്തിൽ നിന്ന് വരുന്നു. യോഹന്നാൻ സ്നാപകൻ യഹൂദയിൽ നിന്ന് ഒരു പുരോഹിതന്റെ മകനായിട്ട് വരികയാണ് ചെയ്യുന്നത്. 80 മൈൽ ദൂരം നടന്നാണ് യേശുക്രിസ്തു ഗലീലയിൽ നിന്ന് യഹൂദയിലെ യോർദാൻ നദിയിലെ സ്നാനമേൽക്കാനായിട്ട് വരുന്നത്. അപ്പോ കർത്താവ് യോർദാന്റെ തീരത്ത് ആദ്യം വരുമ്പോൾ കർത്താവിന്റെ വഴിയൊരുക്കിയ പ്രവാചകന് കർത്താവിനെ അറിയാൻ പാടില്ല. ഇവർ സ്വന്തക്കാരൊക്കെ ആയിരുന്നു. അമ്മയുടെ അനുജത്തിയുടെ മകനാണെന്നൊക്കെയാണല്ലോ നമ്മൾ വായിക്കുന്നതും അറിയുന്നതുമെല്ലാം. പക്ഷെ അത് തമ്മില് കർത്താവിനറിയാം, പക്ഷെ യോഹന്നാൻ സ്നാപകന് കർത്താവിനെ അറിയില്ലായിരുന്നു ഇതാരാണ് എന്നുള്ള കാര്യം. കർത്താവിന്റെ രാജകീയ പ്രൗഢി തന്നെ യോഹന്നാനെ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കർത്താവ്
ജനിച്ചത് ഒരു കാർപ്പന്ററുടെ മകനായിട്ടാണ് എങ്കിലും കർത്താവിന്റെ രാജകീയ പ്രൗഢി ഉണ്ട്. അത് യോഹന്നാനെ അത്ഭുതപ്പെടുത്തി. ആരുടെ അടുത്തും കീഴടങ്ങാത്ത യോഹന്നാൻ കർത്താവിന്റെ സാന്നിധ്യത്തിൽ തലകുനിക്കുകയാണ് ചെയ്തത്. മറ്റാരുടെയും അടുക്കല് ഈ യോഹന്നാൻ കീഴടങ്ങില്ല. അപ്പോ കർത്താവിന്റെ അടുക്കൽ തല കുനിച്ചു. അപ്പൊ തന്റെ ദാസന്റെ കയ്യിൽ നിന്ന് അപ്പൊ എന്തിനു വേണ്ടിയാണ് യോഹന്നാൻ സ്നാപകന്റെ കയ്യിൽ നിന്ന് കർത്താവ് സ്നാനമേറ്റത്? അത് സകല നീതിയെ നിവർത്തിക്കാൻ വേണ്ടിയിട്ട്. ദൈവത്തിന്റെ മുന്നിൽ നീതിയാണ് സ്നാനം എന്ന് പറയുന്നത്. അപ്പൊ സകല നീതിയെ നിവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് യോഹന്നാൻ സ്നാപകന്റെ കീഴില് കർത്താവ് സ്നാനമേറ്റത്. ഒരു തെറ്റും ചെയ്തിട്ടല്ല സ്നാനമേറ്റത്, സകല നീതിയെ നിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്നാനമേറ്റത്. നമുക്ക് ഇനി അടുത്ത ആഴ്ചയിൽ മറ്റൊരു ടോപ്പിക്കാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ ആന്റി പ്രയറിനൊക്കെ പോകാനുള്ളതല്ലേ, നമുക്ക് പ്രാർത്ഥിച്ചങ്ങ് അവസാനിപ്പിച്ചെങ്കിലോ ആന്റി? ഓക്കെ സിസ്റ്റർ, ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ആന്റി. മാഡം 1 സെക്കൻഡ്. യോഹന്നാൻ സ്നാപകന്റെ പേഴ്സണാലിറ്റി പറഞ്ഞില്ല, ഒന്നുകൂടി ഒന്ന് പറയാമോ? പറയാം പെട്ടെന്ന് പറയാം. സോറി, യോഹന്നാൻ സ്നാപകന്റെ പേഴ്സണാലിറ്റി അത് മറ്റേ ഞാൻ പറഞ്ഞില്ലേ, മുറിക്കാത്ത മുടി വലിഞ്ഞു മുറിയുമോ, അതാണോ? മുറിക്കാത്ത മുടി, വലിഞ്ഞു മുറുകിയ മുഖം, അടച്ചു പിടിച്ച ചുണ്ടുകള്, തോലുകൊണ്ടുള്ള ബെൽറ്റ്, ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പ്, നിർഭയത്വമായ ശക്തി, സ്വാഭാവികമായ ഔന്നത്യം. ഓക്കെ ഡൺ. താങ്ക് യു മാം. ഓക്കെ. എൽദോസ് നന്ദി ഒന്നും മിണ്ടാത്തേ? സ്തോത്രം ഒന്നുമല്ല. സ്തോത്രം. നമ്മൾ പഠിച്ച വിഷയങ്ങളൊക്കെ ആണ്